ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആം റെസ്ലിങ്ങിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്ന. പാർട്ട് 1 വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും കാണുക. നിങ്ങൾ ആദ്യം ആ പാർട്ട് 1 വീഡിയോയുള്ള ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ട്രെയിനിങ് ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഇതും ചെയ്യാം. അപ്പോൾ ഈ വർക്കൗട്ട് 3 എണ്ണമാണുള്ളത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ്, ഈസിയാണ് ബട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുപോലത്തെ ഡമ്പലോ അല്ലെങ്കിൽ നമ്മൾ ചുടുകല്ലോ അങ്ങനെയുള്ള വെയിറ്റ് ഉള്ള സംഭവങ്ങളിട്ട് നിങ്ങളൊരു ബെൽറ്റ് ഇട്ട് കെട്ടി വയ്ക്കുക. ദെൻ നമ്മളെ കയ്യിൽ ഞാൻ കഴിഞ്ഞ വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ പ്രൊണേഷൻ കണക്ക് നമ്മളെ കൈക്ക് ഇത് കൈ ഫിക്സ് ചെയ്യേണ്ടതാണ്. ഈ ബെൽറ്റ് ജസ്റ്റ് ഫിക്സ് ചെയ്യുക. ദെൻ ഇത് നമ്മുടെ ഹാമർ പെൽസ് എന്ന് പറയുന്നതിന് അതുപോലെ നല്ല ഹൈ വെയിറ്റ് ഇട്ടാണ് ചെയ്യാനുള്ള. നമ്മൾ ചെറിയ വെയിറ്റില്ല, മാക്സിമം നമുക്കുള്ള പറ്റുന്ന വെയിറ്റ് നമ്മൾ ചെയ്യണം. നമ്മൾ ജസ്റ്റ് ഈ വെയിറ്റിന് സ്ഥലത്തോടൊന്ന് ചരിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ കൈയും വെയിറ്റും ആയിട്ട് 90 ഡിഗ്രിയാണ് വരാനുള്ള. ഇത് ഓവർ വെയിറ്റ് ആകണം, നമുക്ക് ഹിപ്പ് മൂവ്മെന്റ് കൊടുക്കേണ്ടി വരും. ഇതുപോലെ ജസ്റ്റ് അപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് വർക്കൗട്ട്. ഇത് ഈ ആം റെസ്ലിംഗ് വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റെപ്പ് റേഞ്ച് ഒന്നുമില്ല. നിങ്ങൾക്ക് ഇത് 3-4 സെറ്റായി ചെയ്യാം. ഫെയിലിയർ വെച്ച് നിങ്ങൾക്ക് പറ്റുന്ന അത്രയും നിങ്ങൾ ചെയ്യണം. 3-4 സെറ്റ് ഒരു തവണ ചെയ്തിട്ട് കളയല്ലേ, 2-3-4 സെറ്റൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ഇതേ ബെൽറ്റ് നമ്മൾ അതേപോലെ പ്രൊണേഷൻ വയ്ക്കുക. ദെൻ നമ്മൾ പ്രൊണേഷൻ ചെയ്യുന്നത് 90 ഡിഗ്രി നിന്നിട്ട് അപ്പ് ചെയ്ത് റിസ്റ്റ് കാൾസ് ചെയ്യണേണ്. ഇത് അങ്ങനെയല്ല, നമ്മളെ ഹാൻഡ് കുറച്ച് പൊക്കി വയ്ക്കണം. ഓക്കെ, ജസ്റ്റ് നമ്മൾ പ്രൊണേഷൻ വയ്ക്കാൻ പോലെ ഒന്ന് പൊക്കി വയ്ക്കുക. ദെൻ റിസ്റ്റ് മാത്രം 1 2 ഇങ്ങനെ ചെയ്ത് വെക്കുക. അതായത് പ്രൊണേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഇതുപോലെ നമ്മൾ താഴെ നിന്ന് അപ്പ് ചെയ്ത് വരുന്നതാണ്. ഇത് അങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഇത്രയും മുകളോട് വെച്ചിട്ട് ദെൻ റിസ്റ്റ് മാത്രം. അപ്പോൾ അതാണ് സെക്കൻഡ് വർക്കൗട്ട്. തേർഡ് വർക്കൗട്ട് എന്ന് പറയുമ്പോൾ റെസ്റ്റ് കാൽസ് ആണ്. നമ്മൾ ഇതുപോലെ എന്തെങ്കിലും റെസ്റ്റ് കാൽസ് അല്ല, ജസ്റ്റ് നമ്മൾ ബെൻഡ് ചെയ്യണം. താഴോട്ട് ബെൻഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ ഈ 4 ആംസ് എൽബോ ഉണ്ടല്ലോ, അത് തൈസ് പ്ലേസ് ചെയ്യണം. ദെൻ ഇവിടെ നിന്ന് ഈ ഫിംഗറിന് ഇങ്ങനെ ലോഡ് ചെയ്തെടുക്കണം. അതുപോലെ ഓക്കെ. ബെൻഡ് ചെയ്ത് ചെയ്യാനുള്ള കാരണം നമ്മളെ ഫുൾ ഫോഴ്സ് നമ്മൾ താഴോട്ട് കൊടുക്കും. അപ്പോൾ അതേ ഫോഴ്സിൽ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് കുറച്ചുകൂടെ നമുക്ക് പൊക്കിയെടുക്കാൻ ഹാർഡായിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഈ ബെൻഡ് ചെയ്ത് നിന്ന് ചെയ്യുന്ന. വൈസ് ഇതാണ് 3 വർക്കൗട്ടുകൾ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വൈസ് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഡംബൽ വെച്ചാണ് കാണിച്ചിരിക്കുന്നത്. ഞാൻ ലാസ്റ്റത്തെ റിസ്റ്റ് കളിച്ചും ഡംബൽ വെച്ചിട്ടാണ്. അപ്പം ഈ ഡംബലൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ അവർക്ക് വേണ്ടിയുള്ള ഹോം വർക്കൗട്ട് ആം റെസ്ലിംഗ് വീഡിയോ ഇടാവുന്നതാണ്. വോയിസ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലത്തെ ഫിറ്റ്നസ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചൂസ് ബെറ്റർ, സ്റ്റേ സ്ട്രോങ്.